എങ്ങോട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. പറശ്ശിനിക്കടവയ്ക്കാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പൊ ഞങ്ങൾ വരുന്നുണ്ട്, കുട്ടികളെ കൊണ്ടൊക്കെയാണ് വരുന്നത്. ഞങ്ങൾക്ക് തിരക്കിലൊന്നും പെടുത്താതെ ഞങ്ങൾക്ക് നല്ലൊരു ദർശനം തരണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം കൊട്ടിയൂരിൽ ആ തിരക്കുള്ള ടൈമിലാണ് ഞങ്ങൾ പറശ്ശിനിക്കടവിലേക്ക് വരുന്നത്. 6 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ പറശ്ശിനിക്കടവ് എത്തി. ആ സമയത്ത് തിരക്ക് ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ശരിക്കും ഞങ്ങൾ ഞെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം തലേ ദിവസം തന്നെ ഈ തമിഴ്നാട്, കർണാടക ആ ഭാഗത്തു നിന്ന് ആൾക്കാർ അവിടെ സ്റ്റേ ചെയ്തിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് തൊഴാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. സൈഡിൽ ഞങ്ങൾ പോയി അങ്ങ് ഇരുന്നു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് രണ്ടും കൽപ്പിച്ചിട്ട് കയറാന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങോട്ട് കയറി. പക്ഷെ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഒരു തിരക്കിലും പെടാതെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഞാൻ ഇത്രയും കാലം പറശ്ശിനിക്കടവ് പോയിട്ട് ഞാൻ ഇങ്ങനെ മുത്തപ്പനെ കണ്ട് തൊഴുതിട്ടില്ല. അത്ര നന്നായിട്ട് എനിക്ക് ദർശനം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും മുന്നിൽ ഞാനായിരുന്നു, ഞാനും കുഞ്ഞാവേണ് ഏറ്റവും മുന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് തന്നെ തൊഴുത് എൻ്റെ വിഷമങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ പുറത്തിറങ്ങി. എനിക്ക് മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ഒപ്പം വന്ന എല്ലാവർക്കും നല്ല ദർശനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്തിറങ്ങി കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് അടുത്ത അമ്പലത്തേക്ക് പോവാണ്. അപ്പൊ അത് അടുത്ത വീഡിയോയിൽ